ഒരു വശത്ത് പബ്ജി ഗെയിമിൽ ശത്രുക്കളെ ലക്ഷ്യം വെക്കുന്നത് പോലെ ചെറുപ്പക്കാർക്ക് നേരെ റൈഫിലുകൾ ഉയർത്തി ഷൂട്ടിംഗ് സ്റ്റാൻഡിൽ നിൽക്കുന്ന പോലീസ് സേന. മറുവശത്ത് തോക്കുകൾക്കും ലാത്തുകൾക്കും മുമ്പിൽ ഭയന്നോടാതെ അംബേദ്കറുടെ ചിത്രങ്ങളേന്തി ഇരമ്പിയാർക്കുന്ന പതിനായിരങ്ങൾ. അതെ, ഡൽഹിയിലെ ഹൃദയഭൂമിയിൽ സംഭവിക്കുന്നത് ഇതായിരുന്നു. ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടു, മെട്രോ സ്റ്റേഷനുകൾ അടച്ചുപൂട്ടി, നഗരം ഒരു യുദ്ധകളത്തിന് സമാനമായി വേലിക്കേടുകൾ കൊണ്ട് വളയപ്പെട്ടു. ഇന്നലെയും ഇന്നും ന്യൂഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വെറുമൊരു സമരങ്ങളല്ല, ഭാരതീയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ തകർച്ചയ്ക്കെതിരെ ഉയർന്നു വന്ന ജനകീയ വിപ്ലവമായിരുന്നു. ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി കോക്രോച്ച് ജനതാ പാർട്ടി പാർലമെന്റിലേക്ക് മാർച്ച് പ്രഖ്യാപിക്കുമ്പോൾ അതൊരു വലിയ കൊടുങ്കാറ്റാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി മാത്രമായിരുന്നില്ല കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ലക്ഷ്യം. ചോർന്നു പോകുന്ന ചോദ്യപേപ്പറുകൾ കണ്ടും തകരുന്ന ഭാവിയോർത്ത് മടുത്ത് രാജ്യത്തെ ആയിരക്കണക്കിന് യുവാക്കളുടെ പ്രതീക്ഷയായിരുന്നു ആ സമരം. കൈകൾ ഡോക്ടർ BR അംബേദ്കറുടെ ചിത്രങ്ങളേന്തി പ്രായഭേദമന്യേ ജനങ്ങൾ തെരുവിലിറങ്ങുമ്പോൾ തടയാൻ നോക്കിയ പോലീസിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഓരോ മിനിറ്റിലും ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഇന്റർനെറ്റ് സേവനങ്ങൾ പൂർണ്ണമായും നിർത്തിവെച്ചിട്ടും ആ വീര്യം ഒരിക്കലും ചോർന്നിരുന്നില്ല. തങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ തത്സമയം ഫോണുകളിൽ പകർത്തി അവർ ലോകത്തെ അറിയിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അവിടെ പിന്നീട് കണ്ടത് ഭരണകൂടത്തിന്റെ ക്രൂരമായ അടിച്ചമർത്തലുകളാണ്. സമാധാനപരമായി മുന്നേറിയ ജനക്കൂട്ടത്തിന് നേരെ പോലീസ് യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ ലാത്തിവീശി, കണ്ണീർവാതക ഷെല്ലുകൾ ഉതിർത്തു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ പോലും ചോരയൊലിപ്പിച്ചു വീണു. ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനെത്തിയ പല മാധ്യമ പ്രവർത്തകരും ആക്രമിക്കപ്പെട്ടു. പോലീസ് നിർദ്ദയം ക്രൂരത കാട്ടുന്ന ചിത്രങ്ങൾ പിന്നീട് പുറത്തു വന്നു. തോക്കുകൾ ചൂണ്ടി പ്രതിഷേധക്കാരെ നേരിടുന്ന സുരക്ഷാ സേന, റോഡിൽ വീണുകിടക്കുന്ന യുവാവിനെ വീണ്ടും വീണ്ടും മൃഗീയമായി മർദ്ദിക്കുന്ന പോലീസുകാർ. ഭയപ്പെടുത്തുന്ന ഈ കാഴ്ചകൾ ഇന്ത്യയുടെ ജനാധിപത്യത്തിന് ഏൽപ്പിച്ച മുറിവ് വളരെ വലുതായിരുന്നു. പക്ഷേ ഇതിനെല്ലാം ഏതാനും മീറ്ററുകൾ മാത്രമകലെ പാർലമെന്റിന് മുന്നിൽ മാധ്യമങ്ങളെ കണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ കുലുക്കിയ ഈ വമ്പൻ സമരത്തെക്കുറിച്ചോ പരീക്ഷാ സമ്പ്രദായത്തിലെ വീഴ്ചകളെക്കുറിച്ചോ ഒരു വാക്ക് പോലും മിണ്ടിയില്ല. ഭരണകൂടം മൗനം പാലിച്ചേക്കാം, പക്ഷേ ഇന്ത്യയുടെ തെരുവുകളിൽ ഇന്നുയർന്നു കേട്ട ചെറുപ്പക്കാരുടെ ശബ്ദം വരും ദിവസങ്ങളിൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിച്ചേക്കാം. Way2Nikah.com, the exclusive Muslim matrimonial site.